കിട്ടുന്ന ഓരോ അവസരവും തന്റെ പഴയ തട്ടകമായ ബിജെപിക്ക് നേരെ ചെളിവാരിയെറിയാൻ ഔത്സുക്യം കാട്ടുന്ന കോൺഗ്രസ് നേതാവാണ് സന്ദീപ് വാര്യർ. സത്യം പറഞ്ഞാൽ സന്ദീപ് വാര്യർ ഇപ്പോൾ കോൺഗ്രസിൽ ഉണ്ടോ എന്ന് പലപ്പോഴും ആളുകൾ ഓർക്കുന്നത് തന്നെ ഇത്തരം സുവർണാവസരങ്ങൾ മുതലെടുക്കാനായി അദ്ദേഹം സമൂഹ മാധ്യമ പോസ്റ്റുകൾ കുറിക്കുമ്പോഴാണ്. വാര്യർക്ക് ഇന്നലെയും കിട്ടി ഒരെണ്ണം. ബി ഗോപാലകൃഷ്ണൻ എന്ന തന്റെ മുൻ സഹപ്രവർത്തകനായ ബിജെപി നേതാവിനെതിരെയായിരുന്നു സന്ദീപ് വാര്യരുടെ ആക്രമണം. ഒരു തരത്തിൽ നോക്കിയാൽ ബി ഗോപാലകൃഷ്ണന് പറ്റേ പറ്റു ഒന്നര പറ്റായിരുന്നു. വോട്ട് മോഷണ വിഷയം കൊടുമ്പിരി കൊണ്ടുനിന്ന സമയത്ത് ആവേശം മൂത്ത് ബി ഗോപാലകൃഷ്ണൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു പറഞ്ഞ വാക്കുകൾ ഏതാണ്ട് തിരിഞ്ഞു കൊത്തുന്നത് പോലെയായിരുന്നു. ബുധനാഴ്ച രാഹുൽ ഗാന്ധി വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിൽ ഹരിയാനയിൽ നടന്നു എന്ന് ആരോപിക്കപ്പെടുന്ന വോട്ട് മോഷണത്തെ പറ്റി വിശദമാക്കുന്നതിനിടെ സ്ക്രീനിൽ പ്രദർശിപ്പിച്ച വീഡിയോയിൽ ഗോപാലകൃഷ്ണന്റെ അന്നത്തെ ആവേശോജ്ജലമായ വാക്കുകളും ഇന്ത്യ മുഴുവൻ കണ്ടു. അങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് ഗോപാലകൃഷ്ണൻ അത്രയ്ക്കങ്ങ് പ്രതീക്ഷിച്ചു കാണില്ല. സുരേഷ് ഗോപി തൃശൂരിൽ ജയിച്ചത് വോട്ട് മോഷണത്തിലൂടെയാണെന്ന ഇതര പാർട്ടികളുടെ ആരോപണങ്ങൾ ചേർത്തു സംസാരിച്ച ഗോപാലകൃഷ്ണൻ ഓഗസ്റ്റ് 22-ാം തീയതി പറഞ്ഞത്, ജയിക്കാൻ വേണ്ടി ഞങ്ങൾ വ്യാപകമായി വോട്ട് ചേർക്കും. ഞങ്ങൾ ജയിക്കാൻ ഉദ്ദേശിക്കുന്ന മണ്ഡലങ്ങളിൽ ജമ്മു കാശ്മീരിൽ നിന്നും ആളുകളെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് വോട്ട് ചെയ്യിക്കുമെന്നൊക്കെയാണ്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. ജയിക്കാൻ വേണ്ടി വ്യാപകമായി ഞങ്ങൾ വോട്ട് ചേർക്കും. ഞങ്ങൾ ജയിക്കാൻ ഉദ്ദേശിച്ച മണ്ഡലങ്ങളിൽ ഞങ്ങൾ ജമ്മു കാശ്മീരിൽ നിന്നും ആൾക്കാരെ കൊണ്ടുവന്ന് ഒരു വർഷം താമസിപ്പിച്ച് വോട്ട് ചെയ്യിപ്പിക്കും. ഒരു സംശയമില്ല. ഈ വീഡിയോ ഇന്ന് രാഹുൽ ഗാന്ധി ഹരിയാനയിലെ വോട്ട് ക്രമക്കേട് വെളിപ്പെടുത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് സന്ദീപ് വാര്യരുടെ പരിഹാസം തുളുമ്പുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത്. മണ്ടനാണെങ്കിലും അറിയാതെ സത്യം വിളിച്ചു പറഞ്ഞ ഗോപാലകൃഷ്ണൻ ആണെന്റെ ഹീറോ എന്ന കുറിപ്പിലൂടെ സന്ദീപ് വാര്യർ വീണ്ടും ഗോളടിച്ചു. സ്വന്തം തട്ടകമായിരുന്ന കേരള ബിജെപിയുടെ ഗോൾ പോസ്റ്റ് ഒഴിഞ്ഞു കിടക്കുമ്പോഴേക്ക് ഗോളടിച്ച് കയ്യടി നേടുന്ന വാര്യർ സ്റ്റൈൽ നീക്കം സോഷ്യൽ മീഡിയയും ആഘോഷിച്ചു. പക്ഷേ ഒരു സംശയം, സന്ദീപ് വാര്യർ കോൺഗ്രസിന് വീട് കെട്ടിയ മുത്താണ് എന്നൊക്കെയാണ് ചിലരെങ്കിലും കരുതിയിരിക്കുന്നത്. എന്നാൽ മേൽപ്പടിയാനെ പലപ്പോഴും മഷിയിട്ട് നോക്കിയാൽ പോലും കാണാറില്ല. കോൺഗ്രസിൽ നിറഞ്ഞു നിൽക്കുന്നത് മൊത്തത്തിൽ മുതിർന്ന നേതാക്കളാണ് എന്നതുകൊണ്ടായിരിക്കും സന്ദീപ് വാര്യരുടെ സീനിയോറിറ്റിക്കൊന്നും അവിടെ വലിയ പ്രസക്തി ഉണ്ടാവാത്തത്. അതുകൊണ്ട് തന്നെ വീണു കിട്ടുന്ന അവസരങ്ങൾ മുതലെടുത്ത് സോഷ്യൽ മീഡിയയിൽ ശക്ത സാന്നിധ്യമാവാൻ വാര്യർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അടുത്തിടെയായി അവസരങ്ങളൊന്നും അങ്ങോട്ട് കിട്ടുന്നുമില്ല വാര്യർക്ക്. ഇപ്പോഴത്തെ തട്ടകമായ കോൺഗ്രസിൽ വന്ന ശേഷം വാര്യർ ഏതാണ്ട് ഒതുങ്ങിയ മട്ടാണ്. വല്ലപ്പോഴും ഗോപാലകൃഷ്ണനെ പോലെയുള്ളവർ താലത്തിൽ വെച്ച് നീട്ടുന്ന അവസരങ്ങൾ മാത്രം പ്രതികരണത്തിനായി ഉപയോഗിച്ച് ജീവിച്ചു പോകുന്നു എന്ന് മാത്രം. തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലം അടുത്തു വരുമ്പോഴും വാര്യർ സ്വന്തം പ്രസക്തി എന്തെന്ന് തിരിച്ചറിഞ്ഞിട്ടാണോ ഈ മൗനം? പണ്ടൊക്കെ ടെലിവിഷൻ ചർച്ചകളിൽ അലറുന്ന സിംഹമായി നിലകൊണ്ട വാര്യർ കോൺഗ്രസിലെത്തിയപ്പോൾ ഗർജിക്കാനുള്ള വിഷയമൊന്നും കിട്ടുന്നുമില്ല. ഇടയ്ക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും വിഷയം കിട്ടിയാൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനപ്പുറം ഒന്നും ചെയ്യാനുമാവുന്നില്ല. വാര്യർക്ക് പ്രസക്തി ഉണ്ടോ എന്ന് കോൺഗ്രസുകാർ പോലും ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടോ എന്നാണ് അനുമാനിക്കേണ്ടത്. കോൺഗ്രസിന്റെ അണിയറ ശക്തി കേന്ദ്രങ്ങളിൽ ഒരാളായി വാര്യർ സടകുടന് എഴുന്നേൽക്കുമോ? അതിനുള്ള അവസരം അദ്ദേഹം കണ്ടെത്തുമോ? തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്തെങ്കിലും വാര്യർ സ്വന്തം നിലനിൽപ്പ് നോക്കി കാര്യഗൗരവത്തോടെ രംഗത്ത് വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.